ദൈവത്തിന്റെ മക്കൾ ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. കർത്താവ് പറഞ്ഞു, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്ത് പ്രാർത്ഥിക്കണം? അവരുടെ വിടുതലിനായി, അവരുടെ മാനസാന്തരത്തിനായി, അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ വെളിച്ചം വരുവാനായി പ്രാർത്ഥിക്കണം. അവർക്കെതിരെ പ്രാർത്ഥിക്കുവാൻ പാടില്ല. എന്നാൽ എതിരെ ചിന്തിക്കുന്നവനെ പോലും അടിക്കുന്ന ദൈവത്തിന്റെ ശക്തി ദൈവമക്കളോട് കൂടെയുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുവാൻ, എതിരെ പ്രാർത്ഥിക്കുവാൻ അനുവാദമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കാം. അവരുടെ വിടുതലിനായിട്ടല്ല, അവരുടെ രക്ഷയ്ക്കായി, ശത്രുക്കളുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കാം. എന്ത് രക്ഷ? ആത്മരക്ഷ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ അവർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്. എന്നാൽ അവരുടെ വിടുതലിന് വേണ്ടി, അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനല്ല പറയുന്നത്. അവരുടെ വിടുതലിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അവർ കർത്താവിനെ കൈക്കൊള്ളുമ്പോൾ അതവർ സ്വന്തമാക്കിക്കൊള്ളും. മക്കളായി മാറുമ്പോൾ മക്കൾക്കുള്ള അപ്പം ലഭിക്കും. നായ്ക്കുട്ടികൾക്ക് മക്കൾക്കുള്ള അപ്പം ലഭിക്കില്ല. മക്കൾക്കുള്ള അപ്പം ദൈവത്തിൽ നിന്നുള്ള സൗഖ്യം, ദൈവത്തിൽ നിന്നുള്ള വിടുതൽ, ദൈവത്തിൽ നിന്നുള്ള നന്മകൾ, ഇത് മക്കൾക്കുള്ള അപ്പം. ദൈവത്തിൽ നിന്നുള്ള ഒരു കാര്യവും നായ്ക്കുട്ടികൾക്കുള്ളതല്ല.